സ്റ്റഡി അബ്രോഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് അഫ്രാസിന്റെ മനസ്സിൽ വരുന്നത്? ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആർ ബെറ്റർ ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ. പിന്നെ പൊതുവെയുള്ള സൊസൈറ്റിയുടെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇവിടെയുള്ള പോലെ ഒരു കൺട്രോളിംഗ് ഇല്ല. അല്ല, ഞാൻ നോക്കുന്ന കരിയറിന് ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ ആ 2 കൺട്രീസ് ആയിരുന്നു. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ആൻഡ് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലും പുറത്തൊക്കെ ആയിരിക്കും. എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുന്നുണ്ടോ? പേജ് നോക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയേ എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുന്നുണ്ടോ? സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിലാക്കി എന്തൊക്കെയാണ് ആദ്യം ഓടി വരുന്നത്? ലൈക്ക് ഒരുപാട് സംശയങ്ങളുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ അറിയുമോ, എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയണ്ടേ? മോനെ, നമ്മളിപ്പോൾ സ്റ്റഡി അബ്രോഡിന് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്, ചില ആൾക്കാർ പോകുന്നുണ്ട്, ചില ആൾക്കാർ നാട്ടിൽ തന്നെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കുറെ ആൾക്കാർ സ്റ്റഡി അബ്രോഡ് എന്നുള്ള കാര്യം ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ പുറത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. എഡ്യൂക്കേഷൻ കൂടുതലാണ് അല്ലേ? ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഇന്ത്യനേക്കാൾ എന്തുകൊണ്ടും ഇന്ത്യയിലൊരു ജോബിൻ്റെ സാലറിയുടെ സെയിം ജോബ് അവിടെ ഒരു ഇരട്ടി സാലറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ശരിയാണ്, നീ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ എൻട്രി ഫ്ലൈയുടെ ഓഫീസ് വരുന്നുണ്ട്. മല്ലപ്പള്ളി റോഡിലാണ്. അപ്പോൾ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടാന്നുണ്ടെങ്കിൽ എൻട്രി ഫ്ലൈയുടെ ഓഫീസിലോട്ട് എന്തായാലും വായോ. പിന്നെ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം എൻ്റെ അടുത്ത്. ജസ്റ്റ് ഒരു ക്വിസ് പോലെയാണ്. ആൻഡ് ഐ ഹാവ് ഒരു ഗിഫ്റ്റും കൂടെ വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ കറൻസി എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ. കറക്റ്റാണ്. അപ്പോൾ ഇത് ക്വസ്റ്റനാണ്. അപ്പോൾ താങ്ക് യു. എൻട്രി ഫ്ലൈനെ ഫോളോ ചെയ്യുക. ക്വസ്റ്റൻ അതിനനുസരിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ മേരി ക്രിസ്മസ്. താങ്ക് യു. ഹലോ, പേരെന്തായിരുന്നു? അഫ്രാസ്. ഹലോ അഫ്രാസ്, ഞങ്ങൾ എൻട്രി ഫ്ലൈ എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഓക്കെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അഫ്രാസിന് അറിയുന്ന 2-3 ഷെങ്കൻ കൺട്രീസ് പറ. കേട്ടിട്ടുണ്ടോ ഷെങ്കൻ കൺട്രീസ് എന്ന്? എന്നൊരു 2-3 പേര് പറഞ്ഞേ. ജർമ്മൻ, ഫ്രാൻസ്, സ്വീഡൻ. ഓക്കെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നത് ജർമ്മൻ. ആണോ? അപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് അഫ്രാസിന്റെ മനസ്സിൽ വരുന്നത്? പുറത്തുപോയി പഠിക്കുക, ഫ്യൂച്ചറൊക്കെ സെറ്റ് പഠിച്ച് ജോലി കിട്ടുക. ഓക്കെ. അപ്പൊ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഒരു ഏർലി ഗിഫ്റ്റ് ആയിട്ടാണ് വന്നേക്കണേ. എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുന്നുണ്ടോ? പേജ് നോക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയേ എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ അടുത്തൊന്ന് നോക്കുമോ? കാരണം ഫോളോ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് തരും. ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രി ഫ്ലൈയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. മോനെ, ഞാനേ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാനായിട്ടായിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ലൈക്ക് എന്തായിരിക്കും അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ കാരണം? കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ആൻഡ് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലും പുറത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതലും ആൾക്കാർ അങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത് പുറത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആയിരിക്കും. ഞാൻ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിക്കാം. ലൈക്ക് ഇപ്പോൾ നിലവിൽ വൺ ഓഫ് ദ പ്രോമിനന്റ് കൺട്രീസ് ആണ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു കറൻസി എന്താണെന്ന് പറയാമോ? ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ആണ്. നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് വെച്ച് ഫ്രം എൻട്രി. താങ്ക് യു സോ മച്ച്. ഹായ്. എബ്രോഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് കൊച്ചിന്റെ മനസ്സിൽ ആദ്യമായിട്ട് എന്താ വരുന്നത്? അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ ഉള്ളതിനെക്കാട്ടും അബ്രോഡ് പോയി പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ സാലറി കൂടുതലാണ്. ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആർ ബെറ്റർ ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ. പിന്നെ പൊതുവെയുള്ള സൊസൈറ്റിയുടെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇവിടെയുള്ള പോലെ ഒരു കൺട്രോളിംഗ് ഇല്ല സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുള്ള. അതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടെന്ന് പറയാം. ജസ്റ്റ് ഒരു ക്വിസ് ആണ്, ലൈക്ക് ജസ്റ്റ് ഒരു ചോദ്യമാണ്. നമുക്ക് ഈ ഒരു കൺട്രിയുടെ ജർമ്മനി. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. മോനെടാ, ഈ എബ്രോഡ് പഠിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഒരു കൺട്രി ചൂസ് ചെയ്യാൻ പറയാൻ നീ ഏത് കൺട്രി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? ഞാൻ കറന്റ് ഇപ്പോൾ കാനഡ അല്ലെങ്കിൽ UK അങ്ങനെയുള്ള കൺട്രീസ് ആണ്. അല്ല, ഞാൻ നോക്കുന്ന കരിയറിന് ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ ആ 2 കൺട്രീസ് ആയിരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയതുകൊണ്ടായിരിക്കും. യൂറോപ്യൻ കൺട്രീസ് ആണ് ഇതായിരിക്കും. സോ ഇത് കണ്ടിട്ട് എനിക്ക് ഏത് കൺട്രി ആയിട്ട് തോന്നുന്നു? UK. കറക്റ്റ് ആണ്. നമ്മുടെ ഒരു ഇതാണ്. ഹാപ്പി ക്രിസ്മസ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് നിഷാൽ. നിഷാൽ. ഹലോ നിഷാൽ. സ്റ്റഡി അബ്രോഡ് കേട്ടിട്ടുണ്ടോ? സ്റ്റഡി അബ്രോഡ് താല്പര്യമുണ്ടോ? അതെന്താ? അവിടെ പുറത്ത് ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ MBA പഠിക്കാൻ വേണ്ടി ഏത് കൺട്രിയാണ് നോക്കുന്നത്? കാനഡയാണ്.
ഓക്കെ, എന്തുകൊണ്ട് കാനഡ സെലക്ട് ചെയ്യുന്നത്? കാനഡ ഓൾറെഡി ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരുടെ ഒരു ഇത് വെച്ചിട്ട് കാനഡയിൽ ശരിക്കും പഠിക്കാൻ പോകുന്നതിന് വേറെ പല ഗുണങ്ങളുണ്ട്. അപ്പൊ അത് അറിയാനായിട്ട് നമുക്കിവിടെ എൻട്രി ഫ്ലൈ ഉണ്ട്. എൻട്രിയുടെ തന്നെ സ്റ്റഡി അബ്രോഡ് വിങ് ആണ്, നമ്മുടെ മല്ലപ്പള്ളി റോഡിലാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ 5 ദിവസം അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതിനുള്ള ആൻസർ പറയണേ. ജർമ്മനിയുടെ കറൻസി ഏതാണ്? യൂറോ. ശരി, ഓക്കെ. അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ബൈ. സോ ഹായ്, ഇപ്പം നിലവിൽ നമ്മൾ അബ്രോഡ് സ്റ്റഡീസ് ഒരാൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരു ആപ്ലിക്കന്റ് നോക്കേണ്ട ചില കാര്യങ്ങൾ? അത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കും, പിന്നെ അവരുടെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, കൺട്രി, ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, ഫൈനാൻസ് ആൻഡ് ഫണ്ടിങ് ഒക്കെ നോക്കുക. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരാൾ നോക്കുന്നത്. ഇതല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏതാണ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ആണോ, നമ്മൾ എടുക്കുന്ന കോഴ്സ് നല്ലതാണോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമ്മൾ എൻട്രി ഫയലിലെ ആൾക്കാർ ഡെഡിക്കേറ്റഡ് കുറച്ച് കൗൺസിലേഴ്സ് ഉണ്ട്, അവരാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരും. സോ അതുകൂടാതെ ഞാനൊരു ചെറിയൊരു ക്വിസും കൂടെ ചോദിക്കാം. ലൈക്ക് എന്താണ് കാനഡയുടെ ഒഫീഷ്യൽ കറൻസി വരുന്നത്? കനേഡിയൻ ഡോളർ. കറക്റ്റാണ്. നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റിന് മുന്നേ നമ്മൾ എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ? തീർച്ചയായിട്ടും. അപ്പോൾ എൻട്രി ഫ്ലൈ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ മെറി ക്രിസ്മസ്. താങ്ക് യു.